തൃശൂർ തേക്കിൻകാട് മൈതാനിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാഹളം മുഴങ്ങിക്കേട്ട മണ്ണാണ്. തേക്കിൻകാട് മൈതാനിയിലെ മണികണ്ഠനാൽ ഇന്നും വിളിച്ചോതുകയാണ് നൂറ്റാണ്ട് മുമ്പത്തെ സ്വാതന്ത്ര്യ സമര ജ്വാലകളും ഗാന്ധിജിയുടെ സ്മരണകളും. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തൃശൂരിനുമുണ്ട് പങ്കുവയ്ക്കാൻ ഏറെ ഓർമ്മകൾ. 1925 മാർച്ച് 18-നാണ് ഗാന്ധിജി ആദ്യമായി തൃശൂരിലെത്തിയത്. സ്വാതന്ത്ര്യ സമര സന്ദേശവുമായി എത്തിയ ഗാന്ധിജിക്ക് തേക്കിൻകാട് മൈതാനിയിലെ മണികണ്ഠനാലിന് സമീപമായിരുന്നു സ്വീകരണം. 1927, 1934 എന്നീ വർഷങ്ങളിലും ഗാന്ധിജി തൃശൂരിലെത്തിയിരുന്നു. വൈക്കം സത്യാഗ്രഹം, ഐത്തോച്ചാടനം, ഖാദി പ്രചാരണം എന്നീ സുപ്രധാന കാര്യങ്ങൾക്കാണ് ഗാന്ധിജി മുൻഗണന നൽകിയിരുന്നത്. 1925 തൃശൂരിലെത്തിയ ഗാന്ധിജിക്ക് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, മൂത്തേടത്ത് നാരായണമേനോൻ, സി കുട്ടൻ നായർ, ടി.സി. കൊച്ചുകുട്ടിയമ്മ, എസ്. നീലകണ്ഠയ്യർ, ഇക്കണ്ട വാര്യർ എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരസഭയും യോഗക്ഷേമ സഭ വിദ്യാർത്ഥികളും ചേർന്നാണ് സ്വീകരണമൊരുക്കിയത്. പൊതുയോഗത്തിന് ശേഷം കൊച്ചി രാജാവ് രാജശ്രീ രാമവർമ്മയെ ഗാന്ധിജി സന്ദർശിച്ചു. പാലക്കാട്ടേക്ക് പോകുന്ന വഴി തൃശൂർ നഗരാതിർത്തിയിൽ ദളിതർ ഗാന്ധിജിക്ക് സ്വീകരണം നൽകി. 100 വർഷം മുമ്പ് ഗാന്ധിജി മണികണ്ഠനാൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ഗാന്ധിജി മണികണ്ഠനാൽ വരുന്നതിന് മുമ്പ് വിവേകോദയം സ്കൂളിൽ വന്നു. അവിടെ നിന്ന് ഗാന്ധിജി അവിടെ വരാൻ വേണ്ടി ജനങ്ങൾ കാത്തിരുന്ന് മണികണ്ഠനാൽ തറയിലിരുന്നിട്ടാണ് ഗാന്ധിജി പ്രസംഗിച്ചിട്ടുള്ളത്. അന്ന് കണ്ട പോലെ ജനങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷം തേക്കിൻകാട് മൈതാനം ശരിക്കും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി എല്ലാം വളരെ അത്ര ഉപകാരപ്രദമായ മൈതാനമായിരുന്നു. അതിനുശേഷം രാഷ്ട്രീയക്കാർ വന്ന് അതൊക്കെ മാറ്റി അവിടെ വലിയ പരിപാടി ആയ ശേഷമാണ് ഇതിന് വലിയ കോടതി ഇടപെടാൻ കാരണം. അല്ലെങ്കിൽ അത്ര കാലം കോടതി ഇടപെട്ടിട്ടില്ല. കോടതി ഇടപെടേണ്ട എല്ലാ പരിപാടിയും വൃത്തിയായി നടന്നിരുന്ന ഒരു മൈതാനമായിരുന്നു വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം. ഇതേപോലെ വിദ്യാർത്ഥി കോറ, ലേബർ കോറ, നെഹ്റു വന്നതിൻ്റെ ഓർമ്മിക്കാൻ നെഹ്റു മണ്ഡപമുണ്ട് അവിടെ. ഇതെല്ലാം കൊണ്ട് കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ പ്രശ്നങ്ങൾ കാരണമാണ് ഈ തേക്കിൻകാട് മൈതാനം കോടതി വിലക്കിയിട്ടുള്ളത്. 1927 ഒക്ടോബർ 14-ന് ഗാന്ധിജി വീണ്ടും തൃശൂരിലെത്തി. ബദേലാശ്രമം വക നെയ്ത്ത് സ്കൂൾ, സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. മഹാത്മാവ് എത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇക്കുറിയും സർക്കാരിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.